Christ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും വന്ദനം. I am deeply humbled with the invitation that Dr. Raja Singh has extended. എനിക്ക് ലഭിച്ച ഡോക്ടർ രാജ സിംഗിൽ നിന്ന് ലഭിച്ച ഊഷ്മളമായ സ്വാഗതത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. Especially with stalwarts like Reverend Dr. Mani Chauko and the senior pastors sitting here with a lot of years of experience and the missionaries who've been in the field. I feel inadequate to share God's word. അനേക വർഷത്തെ അനുഭവമുള്ള മാണി ചാക്കോ അച്ഛൻ, മറ്റ് പട്ടക്കാര്, അതുപോലെ സുവിശേഷകർ നിങ്ങളുടെയൊക്കെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് ഞാൻ അയോഗ്യനാണ് എന്ന് ചിന്തിക്കുന്നു. Listening to all the testimonies of the missionaries, I am encouraged and asking the question, what am I still doing? ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യം എന്നിൽ നിന്ന് ഉയരുന്നത് ഇവിടെ ഞാൻ കേട്ട വിവിധ മിഷണറിമാരുടെ സാക്ഷ്യത്തിൽ നിന്നാണ്. My wife and I are deeply blessed being amongst all of you. നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എൻ്റെ ഭാര്യയും ഞാനും തികച്ചും കൃതാർത്ഥരാണ്. You've been sitting for a long time, right from morning. രാവിലെ മുതൽ വളരെയേറെ ദീർഘമായ സമയം നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണല്ലോ. It was a Sunday morning service. It was going on very well. ഒരു ഞായറാഴ്ച ദേവാലയത്തിൽ ആരാധന വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോവുകയാണ്. And the pastor started preaching. പ്രസംഗകൻ അദ്ദേഹത്തിന്റെ സന്ദേശം അറിയിക്കുവാൻ തുടങ്ങി. When the pastor started preaching, one man stood up and he walked out. ഇത് കേട്ടപ്പോൾ അച്ഛൻ പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നടന്നുപോയി. But his wife was sitting there feeling very embarrassed. അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ ഇരുന്നു. അവർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായി. She could not get up and go behind him. അദ്ദേഹത്തിന്റെ പുറകെ പോകാനായിട്ട് അവർക്ക് സാധിച്ചില്ല. After the service was over, ശുശ്രൂഷയുടെയൊക്കെ അവസാനം she told the pastor, പാസ്റ്ററുടെ വന്ന് പറഞ്ഞു, Pastor, I'm very sorry for my husband's behavior. എന്റെ ഭർത്താവ് ഇങ്ങനെ പ്രവർത്തിച്ചതിൽ എനിക്ക് വളരെ പ്രയാസമുണ്ട്. He got up and went when you stood up to speak. താങ്കൾ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നടന്നു പുറത്തേക്ക് പോയല്ലോ. It has nothing to do with your message, Pastor. പാസ്റ്റർ, ഇത് താങ്കളുടെ പ്രസംഗത്തിന്റെ കുഴപ്പമൊന്നുമല്ല. But my husband has got a problem. എന്റെ ഭർത്താവിന് ഒരു പ്രശ്നമുണ്ട്. He's got a problem of walking in his sleep. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു പ്രശ്നം അദ്ദേഹത്തിനുണ്ട്. So if you get up in between, ഇതിനിടയ്ക്ക് നിങ്ങൾ ആരെങ്കിലും എഴുന്നേറ്റാൽ please let me know what the problem is. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എന്നോടൊന്ന് പറയണം. I'm going to focus on Acts chapter 13 verse 36 for the next 3 days. അടുത്ത 3 ദിവസങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തികൾ 13ന്റെ 36 വാക്യം കേന്ദ്രീകരിച്ചായിരിക്കും ഞാൻ സംസാരിക്കുക. Celebrating and serving the Lord in his own generation, and then he died. ഈ തന്റെ തലമുറയിൽ ദൈവത്തെ ആഘോഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്ത ശേഷം അദ്ദേഹം മരണപ്പെട്ടു. And all 3 days I would like to focus on this one verse. ഈ 3 ദിവസങ്ങളിലും ഈ ഒരു വാക്യത്തിൽ മാത്രം ഊന്നി പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Tonight, ഇന്ന് വൈകിട്ട് I would like to focus ഞാൻ ഊന്നി പറയുവാൻ ആഗ്രഹിക്കുന്നത് nobody noticed. ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു അജ്ഞാതൻ. Nobody noticed. ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാതെ കടന്നുപോയ, ആരും അറിയാത്ത. When the missionaries from Orissa were standing there, ഒറീസയിലെ മിഷണറിമാർ ഇവിടെ നിന്നപ്പോൾ, who would have ever thought, even they would not have thought that they can be a seed in that field. ഈ ഒരു ശുശ്രൂഷയുടെ വയൽപ്രദേശത്ത് അവരൊരു വിത്താകുമെന്ന് മറ്റാരും അവർ തന്നെയും ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. God never calls anybody by default. ദൈവം ആരെയും വെറുതെ അങ്ങ് വിളിക്കുകയില്ല. He doesn't walk down Kottayam road and meet with Varghese and said, sorry Varghese, I was looking for Thomas, I called you by mistake. അദ്ദേഹം ഇങ്ങനെ കോട്ടയത്തോട് നടന്നപ്പോൾ ആരെങ്കിലും ഒരാളെ പേര് കണ്ട് അങ്ങ് വിളിക്കുകയല്ല ചെയ്യുന്നത്. But when God calls us, ദൈവം നമ്മെ വിളിക്കുമ്പോൾ sometimes we hesitate. ചിലപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. Because of fear. ചിലപ്പോൾ അത് ഭയം കൊണ്ടാവും. Because of the failures we have gone through. നാം കടന്നുപോയിട്ടുള്ള പരാജയങ്ങൾ നിമിത്തമായിരിക്കാം. Because of the responsibility of the family. നമ്മുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിമിത്തമാവാം. Because of the finances, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളാവാം. and because of our friends. ചിലപ്പോൾ നമ്മുടെ സ്നേഹിതർ നിമിത്തം നാം മടി പറയും. Sometimes we think God has made a mistake. നമ്മെ വിളിച്ചത് ദൈവത്തിന്റെ ഒരു അബദ്ധം പറ്റിയതാണെന്ന് നാം ചിന്തിച്ചേക്കാം. When I was growing up, ഞാൻ വളർന്നു വരുന്ന സമയത്ത് I wanted to do catering. എനിക്ക് കേറ്ററിംഗ് മേഖലയിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചു. And my parents who were not graduates wanted me to be a graduate. എൻ്റെ മാതാപിതാക്കൾ ബിരുദമുള്ളവരല്ല, അതുകൊണ്ട് ഞാൻ ഒരു ബിരുദധാരിയാകണമെന്ന് അവർ ആഗ്രഹിച്ചു. And so I tried to convince them. ഞാൻ അതുകൊണ്ട് അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കുവാൻ ശ്രമിച്ചു. If they would have allowed, at least my wife would have been happy. അവർ പറഞ്ഞത് കേട്ട് എൻ്റെ ഭാര്യ സന്തോഷിച്ചേനെ. But my father said no. ഇല്ല, എൻ്റെ പിതാവ് വേണ്ട എന്ന് തന്നെ പറഞ്ഞു. And they wanted me to be a graduate.
ഞാനൊരു ബിരുദധാരിയാകണമെന്ന് അവർ ആഗ്രഹിച്ചു. And I did my mathematics as my major. ഞാൻ എൻ്റെ കണക്ക് ഐച്ഛികമായിട്ട് എടുത്തു. My ancillary was statistical mathematics and mathematical methods. കണക്കിന്റെ വിവിധ വശങ്ങളായ സ്റ്റാറ്റിസ്റ്റിക്സും മറ്റുമാണ് ഞാൻ ഐച്ഛികമായിട്ട് പഠിച്ചത്. What I dreamt was different. ഞാൻ സ്വപ്നം കണ്ടത് മറ്റൊന്നായിരുന്നു. What I studied was totally different. ഞാൻ പഠിച്ചത് മറ്റൊന്നായിരുന്നു. And what I am doing is very different. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ മാറിയ ഒരു കാര്യമാണ്. But mathematics was useful. At least I was able to count the number of people in the congregation. എന്നാൽ കണക്ക് പഠിച്ചതുകൊണ്ട് ഒരു ഗുണമുണ്ട്. ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരെ എണ്ണി തിട്ടപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കും. Sometimes your dream and what you want to do doesn't go together. ചിലപ്പോൾ നമ്മളുടെ സ്വപ്നവും നാം ചെയ്യുന്നതും ഒരു വഴിയിൽ കൂടെ പോകണമെന്നില്ല. And the Lord changes your direction in order to do what he wants you to do. ദൈവം താൻ ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ തക്കവണ്ണമുള്ള രീതിയിൽ നമ്മുടെ വഴികളെ രൂപാന്തരപ്പെടുത്തും. Engineers in the remote village. ചിലപ്പോൾ ഒരു ഗ്രാമത്തിലേക്കായിരിക്കാം. Nurses who could have earned well in Kuwait and Dubai or in remote parts. ദുബായിലും കുവൈറ്റിലും ഒക്കെ നല്ല ജോലി ചെയ്തിരുന്ന നഴ്സുമാര് വളരെ വിദൂരമായ ഗ്രാമങ്ങളിൽ ജോലി ചെയ്യുന്ന അവസ്ഥ. And I want to focus this evening on this man nobody noticed. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഈ മനുഷ്യനിലേക്ക് ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 40 years before David assumed the throne, സിംഹാസനത്തിലേക്ക് ദാവീദ് പ്രവേശിക്കുന്നതിന് 40 വർഷം മുമ്പ് the period of judges came to an end. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിന് അവസാനമുണ്ടായി. Samuel was Israel's last judge. ഇസ്രായേലിന്റെ അവസാന ന്യായാധിപനായിരുന്നു ശമൂവേൽ. And he was growing old. അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് കടക്കുകയാണ്. Normally the children take over. സാധാരണഗതിയിൽ മക്കളാണ് ആ സ്ഥാനത്തേക്ക് അടുത്ത് വരുന്നത്. But when the time came, എന്നാൽ ആ സമയമായപ്പോൾ they said your children cannot be the leader because they didn't walk in the ways of the Lord. തന്റെ മക്കളെ ദൈവത്തിന്റെ വഴിയിൽ നടക്കാത്തത് കൊണ്ട് അവരെ തനിക്ക് ശേഷം സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നറിഞ്ഞു. And so they were looking for someone. അതുകൊണ്ട് അവർ മറ്റൊരാളെ ശ്രദ്ധിക്കുകയാണ്. And the Lord chose David. അപ്പോഴാണ് ദൈവം ദാവീദിനെ തിരഞ്ഞെടുക്കുന്നത്. Three hallmarks of any man who was called, any woman who is called to serve the Lord. ദൈവത്തെ സേവിക്കുവാനായിട്ട് വിളിക്കപ്പെടുന്ന ഏതൊരു പുരുഷനും സ്ത്രീക്കും ഉണ്ടാകുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. Whether they are in IEM, whether in any organization, if you and I are saying I am serving the Lord, you must have these 3 hallmarks that we see in the life of David. IEM-ലോ മറ്റേതെങ്കിലും പ്രവർത്തന മേഖലയിലോ ആയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സവിശേഷമായി കാണേണ്ടതാണ്. Number 1, you find a man who was found by God. ദൈവത്താൽ കണ്ടെത്തപ്പെട്ട, ദൈവം കണ്ടെത്തിയ ഒരു മനുഷ്യൻ. Look at Psalm 89, 89-ാം സങ്കീർത്തനത്തിലേക്ക് പോകാം. verse 20. 20-ാം വാക്യം. സങ്കീർത്തനം 89-ന്റെ 20-ാം വാക്യം. I have found my servant David, with my holy oil I have anointed him. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. I have found him. ഞാൻ അവനെ കണ്ടെത്തി. And the Bible says in John chapter 15 verse 16, യോഹന്നാൻ 15:16 വേദപുസ്തകം പറയുന്നു, you have not chosen me but I have chosen you. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. Job, when he went through pain in his life, കഷ്ടതകളിലും പ്രയാസങ്ങളിലും കൂടി ഇയ്യോബ് കടന്നുപോയപ്പോൾ, he said, why is it that I am living? Why couldn't I go straight from my mother's womb to the tomb? ഞാൻ എന്തിനു ജീവിച്ചിരിക്കുന്നു? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ ശവക്കുഴിയിലേക്ക് പോയിരുന്നുവെങ്കിൽ നന്നായിരുന്നു. No one expected that David will be the choice. ദാവീദ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാകും എന്ന് ആരും കരുതിയില്ല. Not even his family. അവന്റെ കുടുംബം പോലും അങ്ങനെ ചിന്തിച്ചില്ല. Not even David expected that he will be there. ദാവീദ് പോലും ഈ സ്ഥാനത്തേക്ക് വരുമെന്ന് സ്വയം ചിന്തിച്ചില്ല. You heard Brother Raja Singh's testimony he shared in the morning Bible study, the last part. ഇന്ന് രാവിലെ വേദപുസ്തക പഠന വേളയിൽ ബ്രദർ രാജാ സിംഗിന്റെ സാക്ഷ്യം അതിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. I think there will be only 1 or 2 person who said that this was my dream to serve the Lord, but majority of you would have said, I never expected, I never thought that I will do what God wants me to do today. ദൈവത്തെ ഞാൻ സേവിക്കുന്നത് എൻ്റെ സ്വപ്നമായിരിക്കും എന്ന് പറയുന്ന 1-2 പേര് കാണുമായിരിക്കും. ബഹുഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ട ഒരു കാര്യമല്ല ദൈവത്തിന്റെ ശുശ്രൂഷ. Samuel was given the challenge saying, Samuel, go to the house of Jesse. യിസ്സായിയുടെ വീട്ടിലേക്ക് പോകുവാനായിട്ട് ശമൂവേലിന് ഒരു അരുളപ്പാടുണ്ടായി, ഒരു വെല്ലുവിളി ഉണ്ടായി. And that was a passage that was read to us. ഇന്ന് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെട്ട വേദഭാഗം അതാണല്ലോ. In 1 Samuel chapter 16, 1 ശമൂവേൽ 16 verse 10 and 12. 10-12 വാക്യങ്ങളിൽ 1 Samuel chapter 16. 1 ശമൂവേൽ 16. Thus Jesse made 7 of his sons pass before Samuel
And Samuel said to Jesse, "The Lord has not chosen these." അങ്ങനെ ഇശ്ശായി 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഇശ്ശായിയോട് യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. And so David was the 7th one or the 6th one? ദാവീദ് ഇതിലെ 6-ാമത്തെ ആളാണോ 7-ാമത്തെ ആളാണോ? David was the 7th one. 7-ാമത്തെ ആളാണ് ദാവീദ്. David was the 8th one. 8-ാമത്തെ ആളാണ് ദാവീദ്. Turn with me to 1 Chronicles. 1 ദിനവൃത്താന്തത്തിലേക്ക് നോക്കാം. Chapter 2. 1 ദിനവൃത്താന്തം 2-ാം അധ്യായം. 1 Chronicles. 1 ദിനവൃത്താന്തം Chapter 2. 2-ാം അധ്യായം. Verse 13 to 15. 13 മുതൽ 15 വരെയുള്ള Or വാക്യങ്ങൾ. just read verse 15. 15-ാം വാക്യം നമുക്ക് നോക്കാം. Osam the 6th and David the 7th. 6-ാമൻ ഒസെമിനെയും 7-ാമൻ ദാവീദിനെയും ജനിപ്പിച്ചു. David is 7th or 8th? ദാവീദ് 7-ാമത്തെ ആളാണോ 8-ാമത്തെ ആളാണോ? 7th. But just now you said 8th. 7-ാമത്തെ ആളാണെന്ന് പറഞ്ഞത് ഇപ്പോഴല്ലേ നിങ്ങൾ 8 എന്ന് പറഞ്ഞത്? Friends, any contradiction, please ask Dr. Mani Chako. ഇതിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ മാണിച്ചാക്കോ അച്ഛനോട് ചോദിക്കുക. They say when the genealogy was taken, ഈ ഒരു വംശാവലി രേഖപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുന്നത് one child would have died in that lineage. മിക്കവാറും ആ യൗവന കാലഘട്ടത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടാവും. David was the 8th one. ദാവീദ് 8-ാമത്തെ ആളാണ്. But when the child died in between, they didn't mention it, so it's not a contradiction. ഇതിനിടയിൽ ഒരു ശിശു മരണപ്പെട്ടത് കൊണ്ട് ഇത് നമുക്ക് സംശയം ഉളവാക്കുന്ന ഒരു കാര്യമല്ല. It's like when a children is there, you have 3 children and the mother has gone through miscarriage. She won't say I had 4 children. She will say I have 3 children. 3 മക്കളുള്ള ഒരു സ്ത്രീ അവൾക്ക് ഒരു കുഞ്ഞ് ഗർഭത്തിൽ തന്നെ ഇല്ലാതെയായി പോയാൽ എനിക്ക് 4 മക്കളുണ്ട് എന്ന് അവർ പറയുകയില്ല. When he went to the house of Jesse, യെശയ്യായുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ he asked, അവൻ ചോദിച്ചു, "Can you bring your children?" നിന്റെ മക്കളെ വിളിക്കാമോ? And the first boy walked in. ആദ്യത്തെ ആൾ നടന്നു വന്നു. And the Bible says Samuel got up thinking that's the man. ഇത് ആണ് ദൈവം തിരഞ്ഞെടുത്ത ആളെന്ന് ചിന്തിച്ചുകൊണ്ട് ശമൂവേൽ എഴുന്നേറ്റതായിട്ട് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. Samuel, don't look at the look, Samuel. നീ കാണുന്നത് പോലെ നീ ചിന്തിക്കരുത് എന്ന് ശമൂവേലിനോട് പറയുന്നു. Today the world is looking for age. ഇന്ന് ലോകം നോക്കുന്ന ചില കാര്യങ്ങളുണ്ട്. The Lord is looking for the lineage. ദൈവം നോക്കുന്ന ചില കാര്യങ്ങളുണ്ട്. The world is looking for image. ലോകം ഇന്ന് ആൾക്കാരുടെ അവസ്ഥ നോക്കുന്നു. And the world is also looking for parentage. അതുപോലെ അവരുടെ പാരമ്പര്യം എന്താണെന്നും ലോകം ശ്രദ്ധിക്കുന്നു. But when I choose people, എന്നാൽ ഞാൻ ആളെ തിരഞ്ഞെടുക്കുമ്പോൾ I don't go through the DP in the WhatsApp. ഞാൻ വാട്സാപ്പിലെ DP നോക്കിയല്ല തിരഞ്ഞെടുക്കുന്നത്. Because the DP in the WhatsApp and the original, there's a lot of difference. കാരണം വാട്സാപ്പിലെ DPയും യഥാർത്ഥ രൂപവും തമ്മിൽ വ്യത്യാസമുണ്ടാകും. A word of warning: never propose looking at the DP picture. അതുകൊണ്ട് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകിയാണ്, വാട്സാപ്പിലെ DP നോക്കി കല്യാണം ആലോചിക്കരുത്. You will be thoroughly disappointed. നിങ്ങൾ തീർച്ചയായിട്ടും നിരാശപ്പെടും. Here is David. Listen. ഇവിടെ ദാവീദിനെ കുറിച്ച് ശ്രദ്ധിക്കുക. I am looking at people who are spiritual, who are humble, and who are willing to do what I want them to do. ആത്മീകമായി ചൈതന്യമുള്ളവർ, എളിമയുള്ളവർ, ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യുന്നവരെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. Even his father did not call him. അദ്ദേഹത്തിന്റെ പിതാവ് പോലും അദ്ദേഹത്തെ വിളിച്ചു. My dear parents, പ്രിയ മാതാപിതാക്കളെ, things that you and I don't see in our children, the Lord spots it. നമ്മളുടെ മക്കളിൽ കാണാത്ത കാര്യങ്ങൾ ദൈവം ശ്രദ്ധിക്കുന്നു. We look at the IQ of the child, the intelligence of the child, but the Lord picks up someone who is really useful for the kingdom and say that's the child that I want. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിശക്തി ആയിരിക്കാം നാം നോക്കുന്നത്, എന്നാൽ ദൈവം നമ്മുടെ മക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതാണ് എനിക്ക് വേണ്ടി വേല ചെയ്യുവാനുള്ള വ്യക്തി എന്ന് ദൈവം. David was not there in the list of Jesse. ഇശ്ശായിയുടെ ആ ഒരു പട്ടികയിൽ ദാവീദിന് സ്ഥാനമില്ലായിരുന്നു. But he was in the list of the Lord. എന്നാൽ നമ്മുടെ കർത്താവിന്റെ പട്ടികയിൽ ദാവീദിന് സ്ഥാനമുണ്ടായിരുന്നു. And tonight many of you will say that. ഇന്ന് വൈകിട്ട് നിങ്ങളിൽ പലരും ഇത് പറയും. I am not as bright as my brother. I am not intelligent like my sister and the ones following. I am a failure. I am nobody, and that is why my parents just send me out for this, but God has picked me up. എന്റെ സഹോദരങ്ങളുടെ അത്രയും കഴിവൊന്നും എനിക്കില്ല, ഞാൻ ഏതുമില്ലാത്ത ഒരാളാണ്, എന്നാൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കും. The unknown, ആരും അറിയാതെ പോയ ആൾ, the unloved, ആരുടെയും സ്നേഹം ലഭിക്കാത്ത the insignificant one, ഒട്ടും വിലയില്ലാത്ത ആള്. where is he?
എവിടെയാണ് അവൻ? Do you have only 7? നിനക്ക് 7 മക്കളെ ഉള്ളൂ? No, there is one more. അല്ലല്ല, എനിക്ക് ഒരാളൂടെ ഉണ്ട്. Bring him in. അവനെ കൊണ്ടുവരിക. And the Lord had already found David. ദൈവം ഇതിനു മുമ്പ് തന്നെ ദാവീദിനെ കണ്ടെത്തിയിരുന്നു. And the Bible says in Deuteronomy chapter 7 verse 7 to the people of Israel, ഇസ്രായേൽ മക്കളോട് ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൽ ദൈവം പറയുന്നു, it is not because you are huge that I chose you, it is because of my love that I chose you. എന്റെ സ്നേഹം നിമിത്തമാണ്, മറ്റൊന്നും കൊണ്ടല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. Friends, സ്നേഹിതരെ, many times പല പ്രാവശ്യം we make wrong choices. തെറ്റായ തിരഞ്ഞെടുപ്പുകൾ നാം നടത്താറുണ്ട്. But when I listen to the stories of the missionaries as I travel and all, I look at the missionaries and the work that they're doing it. They just say we are just an ordinary, and the way the Lord has used us, only He knows. മിഷണറിമാരുടെ കഥകൾ കേൾക്കുമ്പോൾ, അവരുടെ അനുഭവങ്ങൾ ഞാൻ മനസ്സിലാക്കുമ്പോൾ, ഞാൻ ഒന്നുമല്ലാത്ത വ്യക്തി ദൈവം എന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് മാത്രം എന്ന് എനിക്ക് മനസ്സിലാകും. If there's anyone sitting here and saying I am not as powerful like the other missionary, I do not know what to do, may I say, my friends, God can pick you up and equip you for the purpose for which He has created you and me. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എൻ്റെ സഹോദരനായി മിഷണറിയുടെ അത്രയും കഴിവോ ശേഷിയോ എനിക്കില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് തന്റെ വേലയ്ക്ക് The Lord does not disqualify anybody. ദൈവം ആരെയും കഴിവുകെട്ടവരായി എണ്ണുന്നില്ല. He called the reluctant Moses. മോശ, അദ്ദേഹത്തിന് മനസ്സില്ലാഞ്ഞിട്ടും ദൈവം തിരഞ്ഞെടുത്തു. He called the impulsive Peter. വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന പത്രോസിനെ അവൻ തിരഞ്ഞെടുത്തു. He called the persecuting Paul. മറ്റുള്ള ക്രിസ്ത്യാനികൾക്ക് ഞെരുക്കം വരുത്തിയ പൗലോസിനെ He തിരഞ്ഞെടുത്തു. called Rahab the sex worker. ലൈംഗിക തൊഴിലാളിയായിരുന്ന രാഹാബിനെ ദൈവം He തിരഞ്ഞെടുത്തു. called the runaway evangelist Jonah. യോന എന്ന് പറഞ്ഞ ഒളിച്ചോടിപ്പോയ സുവിശേഷകനെ ദൈവം തിരഞ്ഞെടുത്തു. He called Thomas the doubter. സംശയാലുവായ തോമസിനെയും തിരഞ്ഞെടുത്തു. He also called Gideon, who was living in fear. ഭയത്തോടെ ജീവിച്ചിരുന്ന ഗിദെയോനെ ദൈവം തിരഞ്ഞെടുത്തു. He called the Samaritan woman, who was an outcast. മറ്റുള്ളവരാൽ ത്യജിക്കപ്പെട്ട ശമര്യക്കാരി സ്ത്രീയെ So തിരഞ്ഞെടുത്തു. as we serve in the country, ഈ രാജ്യത്ത് നാം ശുശ്രൂഷ ചെയ്യുമ്പോൾ we need to have only one prayer. ഒരു പ്രാർത്ഥന മാത്രമാണ് നമുക്ക് ആവശ്യം. Lord, reveal to us the one that you have found, Lord. കർത്താവേ, നീ തിരഞ്ഞെടുത്ത ആളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. I do not know where they are, അവരെവിടെയാണെന്ന് അറിയില്ല, but Lord, you reveal to them. കർത്താവേ, നീ അവർക്ക് വെളിപ്പെടുത്തണം. Just like you found David many months ago, many years ago. അനേക മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് നീ ദാവീദിനെ കണ്ടെത്തിയതുപോലെ Samuel did not know, ശമൂവേലിന് അത് അറിയത്തില്ലായിരുന്നു, David did not know, ദാവീദിന് അറിയത്തില്ലായിരുന്നു, Jesse did not know. യെശയ്ക്കും അറിയില്ലായിരുന്നു. If you ask David, ദാവീദിനോട് ചോദിച്ചാൽ he will say, I'm only a shepherd boy. ഞാൻ ഒരു ആട്ടിടയൻ മാത്രമെന്ന് പറയും. I am the youngest. ഞാൻ ഏറ്റവും ഇളയ I ആളാണ്. have no strength. യാതൊരു ആരോഗ്യവുമില്ല. I have no experience. എനിക്ക് അനുഭവ സമ്പത്തില്ല. In the school, when they were introducing the children and the parents, സ്കൂളില് കുട്ടികളെയും മാതാപിതാക്കളെയും പരിചയപ്പെടുത്തുന്ന വേളയിൽ they asked a little boy, ഒരു കൊച്ചു പയ്യനോട് ചോദിച്ചു, what are your parents? നിന്റെ മാതാപിതാക്കൾ എന്ത് ചെയ്യുക? Without even thinking twice, ഒരു പ്രാവശ്യം മനസ്സൊട്ടും പതറാതെ അവൻ പറഞ്ഞു, he said, my father is hardware, my mother is software, and I am nowhere. എന്റെ പിതാവ് ഹാർഡ്വെയർ ആണ്, അമ്മ സോഫ്റ്റ്വെയർ ആണ്, ഞാൻ ഒന്നുമല്ലാത്ത അവസ്ഥയിലാണ്. You are smiling. നിങ്ങൾ ഇത് But can I കേട്ടു. say this, friends? എന്നാൽ എനിക്കിത് പറയാൻ സാധിക്കും. None of our children should say, my daddy is serving in FIBA, mommy is serving there, there is nobody to serve me. എന്റെ പിതാവും മാതാവും അവരെ സുവിശേഷ മേഖലയിൽ പ്രവർത്തിക്കുകയാണ്, എന്നെ നോക്കുവാൻ ആരുമില്ല എന്ന് നമ്മുടെ മക്കൾ പറയും. We can be so busy in the mission field, leaving the child in our own mission. നമ്മളുടെ മിഷൻ ഫീൽഡിൽ നമ്മൾ ഒത്തിരി തിരക്കോടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മക്കളെ നാം എവിടെയാണ് വെക്കുന്നത്? Jesse, you can choose the leadership. നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ But സാധിക്കും. when I call, it was different. എന്നാൽ ഞാൻ വിളിക്കുമ്പോൾ അത് വേറെ ഒരു അനുഭവമാണ്. God chooses the unlikeliest for the unlikely from the unlikely places. ഒട്ടും സാധ്യതയില്ലാത്ത ആൾക്കാരെ ഒട്ടും സാധ്യതയില്ലാത്ത സ്ഥലത്ത് നിന്ന് ദൈവം വിളിക്കുന്നു. Number one, ഒന്ന്, a man who was found by God. ദൈവം കണ്ടെത്തിയ ഒരു മനുഷ്യൻ. The second thing I find here, ഇവിടെ ഞാൻ കാണുന്ന രണ്ടാമത്തെ കാര്യം, he was a man who was fashioned by God. ദൈവം രൂപപ്പെടുത്തിയ മനുഷ്യനാണ്. Turn with me to Psalm 23. It's a very familiar psalm. നമുക്ക് വളരെ പരിചിതമായ 23-ാം സങ്കീർത്തനത്തിലേക്ക് തിരിയാം. You know the psalm by heart. നമുക്ക് ഹൃദയസ്ഥമായ ഒരു സങ്കീർത്തനമാണല്ലോ But ഇത്. even then, just open the psalm. എങ്കിലും നമുക്ക് 23-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മളുടെ വേദപുസ്തകം തുറക്കാം. The Lord is my shepherd, I shall not want. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. Look at verse 2.
രണ്ടാം വാക്യം നിങ്ങൾ He makes me to lie down in green pastures. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. He leads me beside the still waters. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. He restores my soul. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. He leads me in the paths of righteousness for his name's sake. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. Verse 5. അഞ്ചാം വാക്യം You prepare a table before me in the presence of my enemies. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. You anoint my head with oil. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. My cup runs over. എന്റെ പാനപാത്രവും നിറഞ്ഞു. Look at that Psalm 23, friends. 23-ാം സങ്കീർത്തനത്തിലേക്ക് ശ്രദ്ധിക്കുക സ്നേഹിതരെ. He makes me. അവൻ എന്നെ നയിക്കുന്നു. He leads me. അവൻ എന്നെ നയിക്കുന്നു. He restores me. അവൻ എന്നെ പുനഃസ്ഥാപിക്കുന്നു. He leads me. അവൻ എന്നെ നയിക്കുന്നു. You prepare a table. അവൻ എനിക്ക് വേണ്ടി മേശ ഒരുക്കുന്നു. When God picks his children up, ദൈവം തന്റെ മക്കളെ എഴുന്നേൽപ്പിക്കുമ്പോൾ he molds them in such a way to do exactly what he wants them to do. താൻ അവരെന്ത് ചെയ്യണമെന്ന് താൻ ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് അവരെ രൂപപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കുന്നു. And one of the encouragement that I receive is that Jeremiah chapter 18. യെരമ്യ 18-ൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു പ്രചോദനം. The Lord told Jeremiah, യെരമ്യാവിനെ ദൈവം തിരഞ്ഞെടുത്തു. Go to the potter's house, Jeremiah. യെരമ്യാവേ നീ കുശവന്റെ ശാലയിലേക്ക് ചെല്ലുക. Then I will tell you. അപ്പോൾ ഞാൻ നിന്നോട് പറയാം. Lord, കർത്താവേ, is it a must I should go there? ഞാൻ അവിടേക്ക് പോകണമെന്നുള്ളത് നീ തീരുമാനിച്ച കാര്യമാണോ? What you want to tell me there, please tell me here itself, no? ഞാൻ അവിടെ ചെല്ലേണ്ട കാര്യമുണ്ട്, ഇവിടെ വെച്ച് തന്നെ എന്നോട് പറയാമല്ലോ. Why should I go there? ഞാൻ എന്തിനാണ് അവിടേക്ക് പോകുന്നത്? You know, friends, പ്രിയ സ്നേഹിതരെ, there are certain lessons God teaches us through experience in life. ജീവിതത്തിലെ അനുഭവങ്ങളിൽ കൂടെ മാത്രം ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന ചില പാഠങ്ങളുണ്ട്. Last time when we had the prayer day in IEM, നമ്മൾ പ്രാർത്ഥനാ ദിവസമായിട്ട് ആചരിച്ച അവസാന വേളയിൽ from the mutt they were sharing missionary concerns. മിഷണറിമാരുടെ പ്രത്യേകമായ ഭാരങ്ങൾ അവരോട് പങ്കിടുകയായിരുന്നു. For the first time I heard this prayer request. ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥനാപേക്ഷ അന്നേരം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. Pray for this missionary who's got a cancer in the eyelid. കണ്ണിന്റെ പോളയിലെ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ഒരു മിഷണറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Friends, good to hear stories of the missionaries. മിഷണറിമാരുടെ കഥകൾ എത്ര ഊർജ്ജസ്വലമായി നാം കേട്ടു. But I always tell people, ഞാൻ എപ്പോഴും എൻ്റെ ആൾക്കാരോട് പറയും, never give money to missions without covering it up with the cloth of prayer. പ്രാർത്ഥനയുടെ ആവരണമില്ലാതെ നിങ്ങൾ മിഷണറിമാർക്ക് വേണ്ടി മിഷന് വേണ്ടി നിങ്ങൾ സംഭാവന കൊടുക്കരുത്. Mission work will go on. Mission work will go on. മിഷൻ പ്രവർത്തനം എങ്ങനെയെങ്കിലുമൊക്കെ മുമ്പോട്ട് പോകും. But pray for the missionaries who are going through that valley experience. ആ ഒരു താഴ്വരയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. When the potter took the clay in his hand, കളിമണ്ണ് തന്റെ കയ്യിലേക്ക് ആ കുശവൻ എടുക്കുമ്പോൾ the potter has got 3 choices to make. അദ്ദേഹത്തിന് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കാം. ഒന്ന്, he can destroy it. അത് വേണമെങ്കിൽ തകർത്ത് കളയാം. He can just totally destroy it. അതിനെ മുഴുവനായിട്ടും തച്ചുടച്ച് കളയാം. Or he can discard it. അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് കളയാം. Or he can redesign it. അല്ലെങ്കിൽ അതിനെ പുതുതായിട്ട് രൂപപ്പെടുത്താം. This evening, ഇന്ന് വൈകിട്ട് I very strongly believe ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് that വിശ്വസിക്കുന്നു, you and I are clay in the potter's hand. കുശവന്റെ കയ്യിലെ കളിമണ്ണാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഞാൻ He could have വിശ്വസിക്കുന്നു. easily destroyed Benjamin during COVID. കോവിഡ് സമയത്ത് ബെഞ്ചമിനെ തകർത്ത് കളയുവാനായിട്ട് ദൈവത്തിന് He സാധിക്കുമായിരുന്നു. could have looked at the unproductiveness in my life and discarded me. എന്റെ ജീവിതത്തിന്റെ ശൂന്യമായിരിക്കുന്ന ഫലം ഇല്ലാത്ത അവസ്ഥയിൽ എന്നെ കണ്ടുകൊണ്ട് എന്നെ But ഉപേക്ഷിക്കാമായിരുന്നു. my dear brothers and sisters, the Lord takes you and fashions you in such a way just to be what he wants you to be. താൻ നമ്മൾ എപ്രകാരമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആ രൂപത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനായിട്ട് ദൈവം നമ്മളെ മെനയുവാൻ സാധിക്കുന്നു. The clay in the hands of the potter is pliable. കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് വഴങ്ങുന്ന അവസ്ഥയിലാണ്. It is moldable. അത് ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ It സാധിക്കും. is shapeable. അതിന് ഒരു പ്രത്യേക ആകൃതി കൊടുക്കുവാൻ It is സാധിക്കും. usable. അത് ഉപയോഗപ്പെടുത്തുവാനും But സാധിക്കും. did you notice in Jeremiah chapter 18? എന്നാൽ യെരമ്യാവ് 18-ൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? He does not make it into a vessel, he makes it into another vessel. അവന് ഒരു പ്രത്യേക പാത്രമായിട്ടല്ല മറ്റൊരു രൂപത്തിലേക്കാണ് അവനത് കൊണ്ടുപോകുന്നത്. ബെഞ്ചമിൻ, you were created for a particular purpose. ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് ബെഞ്ചമിൻ സൃഷ്ടിക്കപ്പെട്ടു. Somewhere down the line, എന്നാൽ നിന്റെ ജീവിതത്തിൽ നീ മുമ്പോട്ട് പോയപ്പോൾ the scars of the world, the evil of the world has corrupted you. ലോകത്തിന്റെ പലതരത്തിലുള്ള തിന്മകൾ നിന്നെ ദുഷിപ്പിക്കുകയുണ്ടായി. I could have ignored you. എനിക്ക് നിന്നെ ഉപേക്ഷിക്കാമായിരുന്നു. But my God is a God of compassion. എന്നാൽ എന്റെ ദൈവം ആർദ്ര മനസ്സുള്ള ദൈവമാണ്. He went after Peter. പത്രോസിന്റെ പിന്നാലെ ആ ദൈവം He പോയി. went after Thomas. തോമസിന്റെ പുറകെ പോയി. He also
also went after Judas Iscariot. യൂദാ ഇസ്കറിയോത്തോയുടെ പിന്നാലെയും നമ്മുടെ കർത്താവ് And പോയി. tonight, ഇന്ന് രാത്രി, Lord, you have called me, Lord, but I have let you down many times. കർത്താവേ, നീ എന്നെ വിളിക്കുന്നു, എന്നാൽ അനേക പ്രാവശ്യം നിനക്ക് നിരാശ വരുത്തിയ വ്യക്തിയാണ് ഞാൻ. And how did God shape David? ദാവീദിനെ എങ്ങനെയാണ് ഈ ദൈവം രൂപപ്പെടുത്തിയത്? I believe ഞാൻ വിശ്വസിക്കുന്നു God uses a T-shaped, ദൈവം ഒരു ടീയുടെ ആകൃതിയിലാണ് ഇത് ചെയ്യുന്നത്. a T-shaped tool to chip David. ദാവീദിനെ രൂപപ്പെടുത്തുവാനായിട്ട് ദൈവം ഉപയോഗിച്ച ആ ഒരു ആയുധത്തിന് ടീയുടെ ആകൃതിയാണ്. Number one, ഒന്ന്, God shapes his children through trials in life. ദൈവം തന്റെ മക്കളെ രൂപാന്തരപ്പെടുത്തുന്നത് ജീവിതത്തിലെ കഷ്ടതകളിൽ കൂടെയാണ്. In Psalm 13, 13-ാം സങ്കീർത്തനത്തിൽ, how long you Lord, how long? കർത്താവേ, എത്രത്തോളം കർത്താവേ. In other words, here is a man who is being chased by Saul. ജീവിതത്തിലെ രൂപാന്തരത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥ. He felt abandoned by God. ചങ്ങലകളിൽപ്പെട്ട് ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഒരു Lord, മനുഷ്യൻ, where are you, Lord? കർത്താവേ, നീ എവിടെയാണെന്ന് നിലവിളിക്കുന്നു. Why are you quiet? കർത്താവേ, നീ എവിടേക്ക് പോയിരിക്കുന്നു? Lord, he has been a missionary for so many years. കർത്താവേ, മിഷൻ ഫീൽഡിലെ മിഷണറിയെ നീ അനേക നാളുകളായി കാണുന്നു. Why is he going through this? ഈ മിഷണറി എന്തുകൊണ്ടാണ് ഈ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നത്? Friends, have you gone through trials in life? ജീവിതത്തിൽ ഇതുപോലെയുള്ള കഷ്ടതകളിൽ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ സ്നേഹിതരെ? Sometimes when you go through, you'll find there is no one with you. You're the only one who's walking through trials. പലപ്പോഴും ഈ കഷ്ടതകളിൽ കൂടെ പോകുന്ന ഏകാന്തമായിട്ട് പോകുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? Many times sitting with families, പലപ്പോഴും കുടുംബങ്ങളെ ഒന്നിച്ചിരിക്കുന്ന വേളയിൽ, and this man held my collar and said, tell me, why did God take my son away? എന്റെ മോനെ ദൈവം എന്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയി എന്നെ കോളർ പിടിച്ചുകൊണ്ട് ചോദിച്ച ഒരു മനുഷ്യൻ. I have decided in the pastoral ministry, when the Lord is silent, it's better for me to be silent. എന്റെ ശുശ്രൂഷയിൽ ഞാൻ തീരുമാനിച്ച ഒരു കാര്യമുണ്ട്, ദൈവം മൗനമായിരിക്കുമ്പോൾ ഞാനും മിണ്ടാതിരിക്കുകയാണ് നല്ലത്. I do not know, brothers, if this evening some of you are sitting here and saying, Lord, I am going through trials. കർത്താവേ, ഞാൻ കഷ്ടതകളിൽ കൂടെ പോകുകയാണ്, പ്രയാസങ്ങളിൽ കൂടെ പോകുകയാണെന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. I do not know what to say, Lord. കർത്താവേ, എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. Every time I read the word, ഓരോ പ്രാവശ്യവും ദൈവവചനം ഞാൻ വായിക്കുമ്പോൾ, you know, friends, പ്രിയ സ്നേഹിതരെ, if you and I are honest, ആത്മാർത്ഥതയുള്ളവരാണ് നമ്മളെങ്കിൽ, when we are going through severe pain, വളരെ ആഴത്തിലുള്ള വേദനകളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ, you don't feel like even praying and reading the Bible. പ്രാർത്ഥിക്കുവാനോ വേദപുസ്തകം വായിക്കുവാനുള്ള മനസ്സ് പോലും നമുക്കില്ലാതെയാകുന്നു. Am I right? ശരിയല്ലേ? But you're all IEM supporters. എല്ലാവരും IEMന്റെ സപ്പോർട്ടേഴ്സ് ആണല്ലോ. Sometimes ചില അവസ്ഥകളിൽ you don't feel like even preparing a sermon, don't feel like going to church. പള്ളിയിൽ പോകുവാൻ, ഒരു പ്രസംഗം ആക്കുവാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള അവസ്ഥകളുണ്ട്. Prayer doesn't come out. നമ്മളിൽ നിന്ന് പ്രാർത്ഥന പുറത്തേക്ക് വരുന്നില്ല. You want the answer, നമുക്ക് ഉത്തരങ്ങളാണ് but വേണ്ടത്. then you have to go to church because you're the pastor of the church. എന്നാൽ നിങ്ങളുടെ സഭയുടെ ശുശ്രൂഷകനായ പള്ളിയിൽ പോയേ പറ്റുകയുള്ളൂ. Lord, why this trials, oh Lord, in my life? കർത്താവേ, എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ പ്രയാസങ്ങൾ? I've said it all over and I do not know if I've said it in IEM any time. ഞാൻ പല പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. IEMൽ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. Blessed are the irritations of life, for they shall always bring irrigations of grace. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് വളരെ അനുഗ്രഹകരമാണ്. കാരണം അത് ജീവിതത്തിൽ വലിയൊരു ജലസേചനം, വലിയൊരു ഉണർവ് കൊണ്ടുവരും. It is good to sing Jehovah Jireh. യഹോവ ഈരെ എന്ന് നമുക്ക് കാണുന്നത് വലിയൊരു But അനുഭവമാണ്. only when I go through crisis in life, I truly know He's my provider. എന്നാൽ ഞാൻ ജീവിതത്തിന്റെ ഞെരുക്കങ്ങളിൽ കൂടെ പോകുമ്പോൾ മാത്രമാണ് ഈ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നത് ഞാൻ I തിരിച്ചറിയുന്നത്. go through the valley of this unbearable pain and sickness, only then I know that my Lord is my healer. പ്രയാസത്തിന്റെയും രോഗത്തിന്റെയും ഗുരുതരമായ അവസ്ഥയിൽ കൂടെ പോകുമ്പോൾ മാത്രമാണ് ഈ ദൈവം സൗഖ്യദായകനാണെന്ന് ഞാൻ അറിയുന്നത്. David was shaped by the tool of trials. ഞെരുക്കങ്ങളുടെ ആ ഒരു ആയുധം കൊണ്ട് ദാവീദ് പണിയപ്പെട്ടു. The second thing you find here, രണ്ടാമത്തെ ആയുധം നാം ഇവിടെ കാണുന്നത്, he was also shaped by the tool of tears. കണ്ണുനീര് എന്ന പണിയുപകരണവും അവനിൽ ഉപയോഗിക്കപ്പെട്ടു. I don't know how many of you have read the full story of David. ദാവീദിന്റെ കഥ മുഴുവനും വായിച്ച എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. He didn't have a good home. നല്ല ഒരു വീട്, ഒരു ഭവനത്തിന്റെ അവസ്ഥയില്ലായിരുന്നു. Running from Absalom. അബ്ശാലോമിൽ നിന്ന് ഒളിച്ചോടുന്ന അവസ്ഥ. He had a disturbed home. അവന്റെ കുടുംബത്തിന്റെ അവസ്ഥ, വീടിന്റെ അവസ്ഥ വളരെ പരിതാപകരമായി. There was violence. അവിടെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. There was death. മരണമുണ്ടായിരുന്നു. There was rape. അവിടെ ബലാത്സംഗം നടന്നു. There was rebellion. അവിടെ മറ്റുള്ളവരുമായിട്ട് മറുതലിക്കുന്ന There was അവസ്ഥ. conspiracy.
പലപ്പോഴും ഇവനെതിരെയുള്ള ആലോചനകൾ അവിടെ There's ഉണ്ടായിരുന്നു. a murder. അവിടെ കൊലപാതകം പോലും നടന്നിട്ടുണ്ട്. Enough, Lord. കർത്താവേ, ഇത് മതി, I can't handle it anymore. എനിക്കിതൊക്കെ ബുദ്ധിമുട്ടാണ്. My own child is against me. എന്റെ മകൻ പോലും എനിക്കെതിരെ നിൽക്കുകയാണ്. That is why he says അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പറയുന്നത്. in Psalm 56 verse 8, 56 സങ്കീർത്തനം 8 വാക്യം, you have bottled my tears, O Lord. കർത്താവേ, നീ എന്നെ കണ്ണുനീരിലാക്കി വെച്ചിരിക്കുന്നു. No one has got the authenticity to interpret your teardrops, only the Lord. നമ്മുടെ കണ്ണുനീരിന്റെ അർത്ഥം പറയുവാനായിട്ട് ദൈവത്തിനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. Friends, don't waste your time to telling people about your problems. നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് സമയം കളയരുത്. No use. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. 80% of the people are not interested in your problem. നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ 80% ആൾക്കാർക്കും താല്പര്യമില്ല. 20% of people are happy that you have the problem. നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടെന്നുള്ളതിൽ സന്തോഷിക്കുന്നവരായിരിക്കും ബാക്കി 20%. Why waste your time? എന്തിന് നിങ്ങൾ സമയം കളയുന്നു? Take it to the Lord in prayer. നിങ്ങൾ പ്രാർത്ഥനയിൽ ഈ പ്രശ്നങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക. And the Bible, the Psalm, the David says, Lord, you have bottled my tears, O Lord. കർത്താവേ, എന്റെ കണ്ണുനീരിനെ നീ ഒരു തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറയുന്നു. You know, sometimes as we go through this, remember the last presentation we had, നമ്മൾ ഇവിടെ കണ്ട ഒരു പ്രസന്റേഷൻ ഓർക്കുക. and the missionary gave that call to all of you, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഹ്വാനം മിഷണറി നൽകി, especially young people. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്. It is not a bed of roses. ഇത് പൂക്കൾ വിരിച്ചിരിക്കുന്ന ഒരു മെത്തയല്ല. Come, നിങ്ങൾ വരിക, serve the Lord. കർത്താവിനെ ശുശ്രൂഷ He will ചെയ്യുക. pick you up from that place, that unknown place, an unlikely place, and use you as a vessel of honor. നിങ്ങൾ അറിയാത്ത സ്ഥലത്ത് നിന്ന്, ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് നിങ്ങളെ തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ മാനപാത്രമായി അവൻ തീർക്കും. Tears, കണ്ണുനീര്, trials. അതുപോലെ കഷ്ടത. The third thing you find here, മൂന്നാമത് നമ്മൾ കാണുന്ന കാര്യം, God used the tool of testings in the life of David. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം പരീക്ഷ എന്ന ആയുധവും ഉപയോഗിച്ചു. He went through a lot of tests in his life. പല തരത്തിലുള്ള പരീക്ഷകളിൽ കൂടെ ദാവീദ് കടന്നുപോയി. In 1 Samuel chapter 27, 1 ശമൂവേൽ 27 the Bible says, വേദപുസ്തകം പറയുന്നു, David said to himself, ദാവീദ് തന്നോട് തന്നെ പറഞ്ഞു, that Saul will kill me. ശൗൽ എന്നെ കൊല്ലും. And he was hiding in the cave. അവനെ ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. A man chosen after God's own heart, ദൈവത്തിന്റെ ഹൃദയപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ, who fought Goliath, ഇവിടെ ഭയപ്പെട്ടിരിക്കുകയാണ്. is now acting like a madman. ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുകയാണ്. Hey David, what happened to your faith? ദാവീദേ, നിന്റെ വിശ്വാസത്തിന് എന്ത് പറ്റി? David, you fought Goliath, David. ഗോലിയാത്തിനോട് മല്ലിട്ടവനാണല്ലോ ദാവീദേ. I am the same God who enabled you to overcome Goliath. ഗോലിയാത്തിന്റെ അടുക്കലേക്ക് നിന്നെ വിട്ട അതേ ദൈവം തന്നെയാണ് ഞാൻ. I will help you. ഞാൻ നിന്നെ സഹായിക്കും. But the Bible says, എന്നാൽ വേദപുസ്തകം പറയുന്നു, he acted like a madman. ഒരു ഭ്രാന്തനെ പോലെ ദാവീദ് പ്രവർത്തിച്ചു. ദാവീദ് was found in the enemy's camp. അവനെ ശത്രുപാളയത്തിൽ അവനെ തന്നെ കണ്ടെത്തി. You and I can never win a battle against the enemies living in the enemy's camp. നിങ്ങൾക്ക് ശത്രുവിന്റെ പാളയത്തിൽ നിന്നുകൊണ്ട് ശത്രുവിനെ നേരെ വിജയം നേടുവാൻ സാധിക്കുമോ? The tests in our life are inevitable. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. And the Lord took 22 years to fashion David step by step. പടിപടിയായിട്ട് ദാവീദിനെ വളർത്തിയെടുക്കുവാനായിട്ട് 22 വർഷമാണ് ദൈവം ചെലവഴിച്ചത്. In the life of Jacob, 20 years. 20 വർഷമാണ് യാക്കോബിന്റെ ജീവിതത്തിൽ നാം കാണുന്നത്. It is not seasonal. He continues to fashion you and me. നിങ്ങളെയും എന്നെയും ദൈവം രൂപപ്പെടുത്തുവാനായിട്ടുള്ള പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. The fourth weapon, the fourth tool that the Lord used, ദൈവം കർത്താവ് ഉപയോഗിക്കുന്ന നാലാമത്തെ പണിയായുധം, it's not only trials, tears and testings. അത് പരീക്ഷകളോ കഷ്ടതകളോ കണ്ണുനീരോ മാത്രമല്ല, it is also the temptation that he faced. നാം നേരിടുന്ന പ്രലോഭനങ്ങൾ കൂടെയാണ്. The Lord does not tempt people. ദൈവം ഒരിക്കലും ആരെയും പരീക്ഷിക്കുന്നില്ല. But the Lord tests our faith when we face temptations. എന്നാൽ പ്രലോഭനങ്ങൾ ഉള്ളപ്പോൾ ദൈവം നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കും. And David had this experience in the path of usefulness. ഈ ദൈവത്തിന് ഉപയോഗപ്പെടുന്ന ഒരു അവസ്ഥ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായി. He makes all things beautiful in his own time. ദൈവം തന്റെ സമയത്ത് സകലതും ഭംഗിയായി രൂപപ്പെടുത്തുന്നു. And the psalmist says in Psalm 119, 119 സങ്കീർത്തനക്കാരൻ പറയുന്നു, verse 71, 71 വാക്യം, it is good for me that I was afflicted, എനിക്ക് പ്രയാസമുണ്ടായത്, ഞെരുക്കമുണ്ടായത് നന്നായി, that I might learn his statutes. ഞാൻ അവന്റെ പ്രമാണങ്ങൾ പഠിക്കുവാൻ അത് സഹായകരമായി തീർന്നു. When the Lord fashions you and me, നിങ്ങളെയും എന്നെയും ദൈവം രൂപപ്പെടുത്തുമ്പോൾ he wants to see his image.
in that. നമ്മളിൽ ദൈവത്തിന്റെ പ്രതിഫലനം കാണുവാൻ അവൻ ആഗ്രഹിക്കുന്നു. C.S. Lewis said, C.S. ലൂയിസ് ഇപ്രകാരം പറഞ്ഞു, life with God is not immunity from difficulties, പ്രയാസങ്ങളിൽ നിന്ന് തികച്ചും വിടുതൽ പ്രാപിച്ചിരിക്കുന്ന ഒരു അവസ്ഥയല്ല ദൈവത്തോട് ചേർന്നുള്ള ജീവിതം, but peace in difficulties. എന്നാൽ പ്രയാസങ്ങളുടെ മധ്യത്തിലുള്ള സമാധാനമാണ്. A man found by God, ദൈവത്താൽ കണ്ടെത്തപ്പെട്ട ഒരു മനുഷ്യൻ, a man fashioned by God, ദൈവത്താൽ രൂപപ്പെട്ട ഒരു മനുഷ്യൻ, and thirdly, മൂന്നാമത്തെ കാര്യം, a man forgiven by God. ദൈവത്താൽ ക്ഷമിക്കപ്പെട്ട ഒരു മനുഷ്യൻ. Look at Psalm 32, please. 32-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് പോകാം. Psalm 32. സങ്കീർത്തനം 32. Blessed is he whose transgression is forgiven, whose sin is covered. Blessed is the man to whom the Lord does not impute iniquity, and in whose spirit there is no deceit. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. David knew what it is to be forgiven by God. ദൈവത്താൽ ക്ഷമിക്കപ്പെടുക എന്നാൽ എന്താണെന്ന് ദാവീദ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. Not just the sin with Bathsheba. ബത്ശേബയോടൊപ്പമുള്ള പാപം മാത്രമല്ല, David knew what the danger is when he keeps it without sharing, telling the Lord. ദൈവത്തിന്റെ അടുത്തേക്ക് വരാതിരിക്കുന്ന ഒരു അവസ്ഥയുടെ ബുദ്ധിമുട്ട് ദാവീദ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. Look at Psalm 32. 32-ാം സങ്കീർത്തനം നോക്കുക. 3 words are used. 3 പദങ്ങൾ അവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. Sin, ഒന്ന് പാപം, transgression, ലംഘനം, iniquity. അകൃത്യം. All 3 are different. ഇത് മൂന്നും വ്യത്യസ്തമായ 3 കാര്യങ്ങളാണ്. You know, this little boy came to the father and said, "Daddy, give me a pocket money." അപ്പന്റെ അടുത്തേക്ക് വന്ന് പോക്കറ്റ് മണി ചോദിച്ച ഒരു പയ്യന്റെ കഥ. Father said, "Son, I will give you pocket money, ഞാൻ നിനക്ക് പോക്കറ്റ് മണി തരാമെന്ന് അപ്പൻ പറഞ്ഞു. but you should keep an account." എന്നാൽ അതിന്റെ കണക്ക് നീ എഴുതിയിടണം. He said, "Okay." ശരി. So at the end of the month, മാസാവസാനം he gave daddy the list. അപ്പന് ആ ഒരു വലിയ കണക്ക് കൊടുത്തു. And in that list, ആ കണക്കില് sharpener, ഷാർപ്നർ മേടിച്ചു, chewing gum, പെൻസിൽ, റബ്ബർ, and some stickers. കുറച്ച് സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ട്. About 40 items. ഏതാണ്ട് 40ഓളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. About 15 items he said. He wrote. അവനത് 15ഓളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. All the other items, ബാക്കി ഓരോ കാര്യവും OGK, OGK, OGK. OGK എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. Father said, അപ്പോൾ അപ്പൻ ചോദിച്ചു, "Son, sticker I know. സ്റ്റിക്കർ എന്താണെന്ന് എനിക്കറിയാം. Chewing gum I know. ചൂയിങ് ഗം എനിക്കറിയാം. Pencil I know. പെൻസിൽ അത് എനിക്ക് മനസ്സിലാവും. What is this OGK?" ഈ OGK എന്ന് പറയുന്ന സാധനം എന്താണ്? He said, "OGK means, Daddy, OGK എന്ന് പറഞ്ഞാൽ അപ്പ എന്താ അർത്ഥം? only God knows." ദൈവത്തിന് മാത്രം അറിയാം. Because when we pray, no friends, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ we say, "Lord, if I have sinned, see, don't pray in parables." കർത്താവെ, ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉപമകളിൽ കൂടെ പ്രാർത്ഥിക്കുക. We should say, "Lord, Benjamin has sinned." കർത്താവെ, ഞാൻ പാപം ചെയ്തിട്ടുണ്ട്. He is not saying, "Lord, forgive all my A to Z in my life, O Lord." കർത്താവെ, എന്റെ ജീവിതത്തിൽ ആദ്യ അവസാനമുള്ള പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. David is saying, ഇവിടെ പറയുന്നത് transgression, ലംഘനം, sin, പാപം, iniquity. അകൃത്യം. Now when you're talking about sin, പാപത്തെ കുറിച്ച് നാം പറയുമ്പോൾ it is missing God's mark. ദൈവം വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിൽ നിന്ന് അകന്നു മാറുകയാണ്. Transgression, അതുപോലെ ലംഘനത്തെ കുറിച്ച് ചിന്തിക്കുക, is crossing a defined boundary. ദൈവികമായ ഒരു അതിർത്തിക്ക് അപ്പുറത്തേക്ക് നാം പോകുകയാണ്. Iniquity, അതുപോലെ അകൃത്യം എന്ന് പറയുന്നത് is a moral corruption. ആ ധാർമ്മികമായ ഒരു വീഴ്ചയാണ്. So what he is saying, ഇവിടെ എന്താണ് പറയുന്നത്? look at that verse. ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ നോക്കുക. Verse 2, രണ്ടാം വാക്യം, "Blessed is the man to whom the Lord does not impute iniquity, and in whose spirit there is no deceit." യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. "When I kept silent, my bones grew old through my groaning all day long." മൂന്നാം വാക്യം, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. The word blessed, another word is happiness. ഇവിടെ അനുഗ്രഹീതം എന്നതുപോലെ തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പദം സന്തോഷം എന്നാണ്. David is saying, ദാവീദ് പറയുകയാണ്,
happiness in my life is lost, O Lord, കർത്താവെ എൻ്റെ ജീവിതത്തിൽ സന്തോഷം പോയിരിക്കുകയാണ് because of unexpressed sin. കാരണം ഞാൻ ഇതുവരെ വെളിവാക്കിയിട്ടില്ലാത്ത പാപം വളരെയധികം. I hid it. Look at verse 5. 5-ാം വാക്യം നോക്കുക. Now look at verse 3. When I kept silent, my bones grew old through my groaning all the day long. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. When there is an unexpressed sin, നാം വെളിവാക്കിയിട്ടില്ലാത്ത, ഏറ്റുപറഞ്ഞിട്ടില്ലാത്ത ഒരു പാപമുള്ളപ്പോൾ, when there is an unconfessed sin, നാം കുറ്റം ഏറ്റുപറഞ്ഞിട്ടില്ലാത്ത പാപമുള്ളപ്പോൾ, when there's an unforgiven sin, ക്ഷമിക്കപ്പെടാത്ത ഒരു പാപത്തിന്റെ അവസ്ഥയിൽ, he said my bones grew old. എൻ്റെ അസ്ഥികൾ ഞെരുങ്ങുകയാണ്. In other words, David is saying, മറ്റൊരർത്ഥത്തിൽ ദാവീദ് പറയുന്നത്, I can feel it in my life, O Lord. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്കിത് അനുഭവിക്കുവാൻ സാധിക്കുന്നു. Physically I grow weak. എൻ്റെ ശാരീരികമായ അവസ്ഥയിൽ തന്നെ ഞാൻ തളരുകയാണ്. Because it affected him, ഇത് ദാവീദിനെ അങ്ങനെ ബാധിച്ചതുകൊണ്ട്, he realized that something is wrong. He cannot keep it to himself for too long. ഇത് തനിക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, ഇത് ഒത്തിരി നാൾ മിണ്ടാതിരിക്കുവാൻ സാധിക്കില്ല. That is why in verse 3 it says, അതുകൊണ്ടാണ് 3-ാം വാക്യം പറയുന്നത്, when I kept silent, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ happiness is lost. When I keep silent, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എൻ്റെ സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ടു. And then he says, എന്നിട്ട് അദ്ദേഹം പറയുന്നു, I acknowledge to the Lord, ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞു, and I confess to the Lord. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചു വെച്ചുമില്ല. Only you know, Lord. കർത്താവേ, നിനക്ക് മാത്രമാണ് അറിയാവുന്നത്. No one knows. കർത്താവേ, വേറെ ആർക്കും അറിയില്ലല്ലോ. Yes, I am serving you, Lord. ഞാൻ നിന്റെ വേല ചെയ്യുന്നുണ്ട്. I am a pastor. ഞാനൊരു പട്ടക്കാരനാണ്. I am a full-time worker. ഞാൻ പൂർണ്ണസമയ സുവിശേഷ മേഖലയിലുള്ളതാണ്. But Lord, there are certain things in my life I don't want to express, O Lord. എന്നാൽ കർത്താവേ, എനിക്ക് പുറത്ത് അറിയിക്കുവാൻ പറ്റാത്ത പല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. I say to myself, time will take. ഞാൻ എന്നോട് തന്നെ പറയും, സമയം ഇതൊക്കെ മാറ്റിക്കൊള്ളും. But you find it is following me even to the grave. എന്നാൽ ഇത് എൻ്റെ മരണം വരെയും എന്നെ പിന്തുടരും എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്നു. He realized അവനത് തിരിച്ചറിഞ്ഞു. that when he confessed, കുറ്റം ഏറ്റു പറയുന്ന അവസ്ഥയിൽ there was forgiveness. അവിടെ ക്ഷമയുണ്ടായി. The Lord was his hiding place. കർത്താവാണ് അവന്റെ സങ്കേതം. Look at verse 7. 7-ാം വാക്യം നോക്കുക. You are my hiding place. You shall preserve me from trouble. You shall surround me with songs of deliverance. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടതയിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസകൃഷ്ണം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. 5 things he experienced. 5 കാര്യങ്ങൾ അവൻ അനുഭവിച്ചു. Number 1. 1. Lord, you are a forgiving God. കർത്താവേ, നീ ക്ഷമിക്കുന്ന ദൈവമാണ്. Lord, you are my shelter. കർത്താവേ, നീ എൻ്റെ അഭയസ്ഥാനമാണ്. Lord, you instruct me, O Lord, how I should go. ഞാൻ നടക്കേണ്ടുന്ന വഴി നീ എനിക്ക് ഉപദേശിച്ചു തരും. Lord, you provide for me. കർത്താവേ, നീ എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. And Lord, you are my protector. കർത്താവേ, നീയാണ് എൻ്റെ സംരക്ഷകൻ. All in Psalm 32. ഇതെല്ലാം 32-ാം സങ്കീർത്തനത്തിൽ അടങ്ങിയിരിക്കുന്നു. Lord, I learned it, Lord. കർത്താവേ, ഞാൻ ഇത് പഠിച്ചിരിക്കുന്നു. I thought I can just cover it up. കർത്താവേ, ഞാൻ ഇതൊക്കെ മൂടി വെക്കാമെന്ന് ചിന്തിച്ചു. But then I realized, Lord, that I'm losing that blessedness in my life. എന്നാൽ കർത്താവേ, അപ്പോൾ എൻ്റെ ജീവിതത്തിന്റെ അനുഗ്രഹം ഞാൻ നഷ്ടപ്പെടുത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞു. And nobody noticed, but God noticed. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത, ആരും അറിയാത്ത ഒരു മനുഷ്യനെ ദൈവം തിരിച്ചറിഞ്ഞു. And if you see anyone who is serving the Lord, കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ആരെങ്കിലും നോക്കുകയാണ്, these 3 hallmarks will be there. ഈ 3 അടയാളങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. I was found by God. ഞാൻ കർത്താവിനാൽ കണ്ടെത്തപ്പെട്ട വ്യക്തിയാണ്. That keeps me humble. അത് എനിക്ക് എളിമയുണ്ടാക്കുന്നു. Because he chose me. അവൻ എന്നെ തിരഞ്ഞെടുത്തതാണല്ലോ. He has fashioned me, continues to fashion me. അവൻ എന്നെ രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. That gives me a heart of dependence on the Lord. അത് എൻ്റെ കർത്താവിൽ ആശ്രയിക്കുവാനുള്ള ഒരു മനസ്സ് എനിക്ക് നൽകുന്നു. And he has forgiven me and he continues to forgive. അവൻ എന്നോട് ക്ഷമിച്ചുകൊണ്ടേയിരിക്കുന്നു. That gives me the hope that I'm not a perfect person, but I'm walking towards him. I'm walking towards a perfect God. ഞാൻ സമ്പൂർണ്ണതയുള്ള ഒരു മനുഷ്യനല്ല എങ്കിലും, വ്യക്തിയല്ല എങ്കിലും, പൂർണ്ണതയിലേക്ക് ഞാൻ നടന്നു നീങ്ങുകയാണെന്നുള്ള ബോധ്യമുണ്ടാകുന്നു. They alone can celebrate and serve the people in their own generation. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമാണ് അവരുടെ തലമുറയിൽ ദൈവത്തിന്റെ ശുശ്രൂഷ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കുന്നത്. Maybe ഒരുപക്ഷേ there are some whom God found you long time back. അനേക നാളുകൾക്ക് മുമ്പ് ദൈവം തിരഞ്ഞെടുത്ത ചിലർ ഇവിടെ ഉണ്ടാകും. But you're saying no. എന്നാൽ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു. Let me close with this true thing. ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. He is one among the 5 in the family. ഒരു കുടുംബത്തിലെ 5 മക്കളിൽ ഒരാള്. And they were actively involved in the missions
of the mission, with the missionary organization. ഒരു സുവിശേഷ സംഘടനയിലാണ് വളർന്നു വന്നത്. And while he was studying, he will go with the missionary group. മിഷണറി സംഘത്തോടൊപ്പം അദ്ദേഹം പഠന വേളയിൽ സമയം ചെലവഴിച്ചിരുന്നു. And one day he told the missionary, ഒരു ദിവസം അദ്ദേഹം മിഷണറിയോട് പറഞ്ഞു, I want to serve the Lord. എനിക്ക് കർത്താവിന്റെ ശുശ്രൂഷയിലേക്ക് വരണം. And the family, the mother is very actively involved. അമ്മ ശുശ്രൂഷയിൽ വളരെ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന A വ്യക്തിയാണ്. very prayerful lady. വളരെ പ്രാർത്ഥനാ ജീവിതമുള്ള A lady who supports missions, സുവിശേഷ പ്രവർത്തനങ്ങളെ സന്ധിക്കുന്ന ഒരു വ്യക്തി, who encourages missionaries. മിഷണറിമാർക്ക് പ്രോത്സാഹനമായ ഒരാള്. So he said, let me talk to your mother. ഞാൻ നിന്റെ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് അദ്ദേഹം So പറഞ്ഞു. he went and told the mother. അമ്മയോട് പോയി സംസാരിച്ചു. He thought the mother will be very happy. അമ്മയ്ക്ക് ഇത് വളരെ സന്തോഷമാകുമെന്ന് കരുതി. The mother got very upset. എന്നാൽ അമ്മ വളരെ പ്രയാസപ്പെട്ടു. She said, don't ask me for this boy. ഇവന് വേണ്ടി എന്നോട് ചോദിക്കരുത്. You can take any children but not this boy. ഏത് മക്കളെ വേണേ ചോദിച്ചോ, പക്ഷെ ഇവന്റെ കാര്യം പറയരുത്. Mother said, the missionary said, why, what happened? എന്ത് പറ്റിയെന്ന് മിഷണറി ചോദിച്ചു. He said, this boy is not well. ഇവന് സുഖമില്ലാത്ത വ്യക്തിയാണ്. I don't want to give a child who is not well to God. സുഖമില്ലാത്ത ഒരാളെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Take the others. നീ മറ്റുള്ളവരെ എടുത്തോളൂ. And the missionary said, no, give this child to the Lord. ഇല്ല, ഈ കുഞ്ഞിനെ കർത്താവിന് വേണ്ടി കൊടുക്കുക. After a lot of hesitation, the mother surrendered the child. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ മനസ്സില്ലാഞ്ഞിട്ടും ഈ അമ്മ ഈ കുഞ്ഞിനെ സമർപ്പിച്ചു. And the boy is a missionary now. ഈ കുഞ്ഞ് ഒരു മിഷണറിയാണ് ഇന്ന്. He is married. വിവാഹിതനാണ്. Got children. മക്കളുമുണ്ട്. And the mother is a very prayerful lady. വളരെ പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിയാണ് ഈ അമ്മ. Look at the heart of a simple mother. ഒരു അമ്മയുടെ ലളിതമായ ഹൃദയത്തിലേക്കൊന്ന് നോക്കൂ. I don't want to give a default peace. എനിക്ക് വെറുതെ ഒരു സമാധാനത്തിന്റെ അടയാളം തരുവാൻ ആഗ്രഹം. I want to give the best to the kingdom. രാജ്യത്തിന് ഏറ്റവും നല്ലത് എനിക്ക് തരണം. Lord, if you have found my son, I will release. കർത്താവേ, എൻ്റെ മകനെ നീ തിരഞ്ഞെടുത്തുവെങ്കിൽ അവനെ ഞാൻ വിട്ടുതരാം. You fashion him, Lord, the way you want. നിനക്ക് വേണ്ട വിധത്തിൽ അവനെ രൂപപ്പെടുത്തുക. Let him walk with you with a heart of forgiveness. കർത്താവേ, നിന്റെ കൃപയിലും നിന്റെ ക്ഷമയിലും അവൻ മുമ്പോട്ട് നീങ്ങട്ടെ. And nobody noticed. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു അജ്ഞാതൻ. God found it. ദൈവം അങ്ങനെ ഒരാളെ കണ്ടെത്തി. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. You have called each one of us, O Lord. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും നീയാണ് വിളിച്ചത്. മേഖലകളിൽ സ്വാധീനത്തിനായിട്ട് നീ ഞങ്ങളെ വിളിച്ചു. Maybe there's someone sitting and saying, I can't do everything. I don't think I am able to do it. കർത്താവേ, എല്ലാം എനിക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല, ഞാൻ അങ്ങനെ ചെയ്യുവാൻ കഴിവുള്ളവനല്ല എന്ന് ചിന്തിക്കുന്നവരിവിടെ ഉണ്ടാവും. But Lord, you equip and you fashion your people. കർത്താവേ, നീ നിന്റെ ജനങ്ങളെ അവരെ ശക്തീകരിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. This evening, ഇന്ന് രാത്രിയിൽ all that we are saying, കർത്താവേ, ഞങ്ങൾ നിന്നോട് ചോദിക്കുന്ന ഇത് മാത്രം. here am I, Lord. കർത്താവേ, അടിയനിതാ. What you want to do with me, here I am. കർത്താവേ, എന്നെ കൊണ്ട് ചെയ്യുവാൻ നീ ആഗ്രഹിക്കുന്നതിനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. Lord, fashion me. കർത്താവേ, നീ എന്നെ രൂപപ്പെടുത്തണമേ. Forgive me. എന്നോട് ക്ഷമിക്കണമേ. Lord, I don't want to hide anything from you. കർത്താവേ, നിന്നിൽ നിന്നൊന്നും മറച്ചു വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Forgive my sin. എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണം. My transgression. കർത്താവേ, എൻ്റെ ലംഘനം ക്ഷമിക്കണമേ. My iniquity. എൻ്റെ അകൃത്യം നീ എന്നോട് ക്ഷമിക്കണം. Lord, കർത്താവേ, give me the assurance of forgiveness. കർത്താവേ, ക്ഷമയുടെ ആ ഒരു ഉറപ്പ് നീ എനിക്ക് നൽകണമേ. Even as we serve you in this generation, ഈ തലമുറയിൽ ഞങ്ങൾ നിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ we pray, O Lord, that your name will be lifted up in and through our lives. ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ നിന്റെ നാമം മഹത്വമെടുക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. In Jesus' precious name we pray. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.